അരുൺ ലക്ഷ്മൺ സാർ, മോദി സർക്കാരിൻ്റെ 11 സുവർണ വർഷങ്ങൾ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മോദി സർക്കാരിൻ്റെ 11 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഒരു വലിയൊരു വികസനത്തിൻ്റെയും സർവ്വമേഖലകളൊരു കുതിച്ചുചാട്ടമായിരുന്നു നമ്മൾ ഈ 11 വർഷം കണ്ടുകൊണ്ടിരുന്നത്. BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സമയത്ത് തന്നെ ഭാരതത്തിന് ഒരുപാട് നെഗറ്റിവിറ്റിയിൽ നിന്നാണ് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വന്നത്. 2014 തൊട്ട് മുമ്പുള്ള കാലഘട്ടം നമുക്കറിയാമായിരുന്നു. അതിനുശേഷം BJP ഗവൺമെൻറ് വരുന്നു, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. ഒരുപാട് പദ്ധതികളിലൂടെ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൻ്റെ എല്ലാ സമഗ്ര മേഖലകളിലും അതിൻ്റെ ഒരു വികസനാത്മകമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചു. ഇപ്പം അതിൻ്റെ ഒരു പ്രതിഫലനമാണല്ലോ 2-3 തവണയും നരേന്ദ്രമോദി സർക്കാർ വരികയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ സർക്കാർ എന്തൊക്കെ ചെയ്തു, ഈ അവസാനത്തെ ഒരു വർഷം എന്ത് ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എടുത്താൽ സെക്യൂരിറ്റിൻ്റെ ആസ്പെക്ട്സിലും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നമ്മളിപ്പം നേരത്തെ 12 കിലോമീറ്റർ പെർ ഡേ ആയിരുന്നു കൺസ്ട്രക്ഷൻ എങ്കിൽ ഇപ്പം 34 കിലോമീറ്റേഴ്സ് പെർ ഡേ എന്നുള്ള രീതിയിലേക്ക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു പുഷ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഡബിൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ പുഷ് കാരണം എല്ലാ റൂറൽ റോഡ്സും എല്ലാം കണക്ടിവിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു കൺട്രീൻ്റെയും ഒരു ഗ്രോത്ത് ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കും, അടിസ്ഥാനപരമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആ വികസനത്തിലാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ എല്ലാ സർവഗ്ര മേഖലകളിലും ഒരു വികസനമായിട്ട് പോയി. പിന്നെ ഗവൺമെൻറ് കൃത്യമായിട്ടും എന്തൊക്കെയാണ് അതിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത് അതൊരുവിധം എല്ലാ കാര്യങ്ങളും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രിപ്പിൾ തലാഖ് അബോളിഷ് ചെയ്യുകയും അല്ലെങ്കിൽ പിന്നെ ആർട്ടിക്കിൾ 370 അബോളിഷ് ചെയ്തു, കാശ്മീരിൽ സ്വതന്ത്രം കൊണ്ടുവരും, കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും കാശ്മീർ തിരഞ്ഞെടുപ്പിൽ 54.3% ആൾക്കാർ വോട്ട് ചെയ്യുകയും രേഖപ്പെടുത്തുന്ന പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിലൊക്കെ ആ സംസ്ഥാനം വരും. ഇത് BJPയുടെ എവോൾവ് ആയിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള BJPയുടെ ഒരു ലക്ഷ്യമായിരുന്നു കാശ്മീരിൽ ഈ ആർട്ടിക്കിൾ 370 അബോളിഷ് ചെയ്യാന്നുള്ളത്. അത് BJP ഈ ഗവൺമെൻറ് ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. പഴയ കാലത്തുള്ള ഈ മൂവ്മെൻറ്റിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും അതിനെപ്പറ്റി അങ്ങനത്തെ സംഭവം നടക്കുന്നതിന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക വുമൺ സെൻട്രിക് പ്രോഗ്രാംസ് BJP ഈ ഗവൺമെൻറ് OBC SC ST ഈ വിഭാഗങ്ങൾ മുഴുവൻ ഒരുപാട് ഉന്നതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ് തന്നെ എനിക്ക് തോന്നുന്നു 60%ഓളം SC ST OBC അംഗങ്ങളുള്ള ഒരു ക്യാബിനറ്റാണ് ഈ ഗവൺമെൻറ്. നേരത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു ഇൻക്ലൂസീവ്നെസ് ഗവൺമെൻറ് നന്നായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് പ്രതിഫലിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.